ഓരോന്നൊക്കെ ചെയ്യും. സോപ്പ് പൊടി നിർമ്മാണം ഉണ്ട്. അതവിടെ ഞങ്ങൾക്ക് സ്വയമായിട്ട് പഠിപ്പിച്ചു തന്നാണ്. പൊടി മേടിച്ചിട്ട് സോപ്പ് പൊടി ഞങ്ങൾ മേടിച്ചിട്ട് പുറത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തോന്നിച്ച് നമുക്ക് ബുദ്ധിമുട്ടുമ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെന്നൊക്കെ പൈസ മേടിക്കുമ്പോൾ പലിശ കൊടുക്കണം. നമ്മൾ പലിശ ഇല്ല, 4 മാസം കൊണ്ട് വിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അത് ഒന്നായിട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എൻ്റെ അടുത്ത് എത്രയും പൈസ വിളിക്ക്, കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം. പിന്നെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവരൊരു മടി കൂടാതെ തന്നു. അപ്പം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ 10,000 വരെ ലോൺ കൊടുക്കും. 1 വർഷം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കൊടുത്തു തീർത്താൽ മതി. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ച ക്യാൻസർ ആകുന്നു പലിശ. പലിശരഹിതമായ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ പോലും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. പരമ്പരാഗത പലിശരഹിത സംരംഭങ്ങൾ തങ്ങളുടെ പരിമിതികൾക്കുള്ളിലും അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. ഇവിടെ തണൽ എന്നത് വേറിട്ട ഒരു ബദലായി മാറുകയാണ്. നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസ്യതയെ മുൻനിർത്തി സമൂഹത്തിന്റെ ക്രിയാത്മകമായ വികസനത്തിന് തണൽ ഒരു പുതിയ മാർഗം അന്വേഷിച്ചു. പരമ്പരാഗത സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി അവർ യഥാർത്ഥത്തിൽ ക്രിയാത്മക തണലായി മാറി. മതപരമായ വിഭജനങ്ങളില്ലാതെ, രാഷ്ട്രീയമായ കെട്ടുപാടുകളില്ലാതെ, സംഘടനാപരമായ അതിർത്തികളില്ലാതെ അയൽക്കൂട്ടങ്ങളെ അത് പുനർനിർവചിച്ചു. ഇവർക്കിടയിൽ തണലാവുക എന്നത് ജൈവികമായ ഒരു വികാരമാണിന്ന്. ഈ കൂട്ടായ്മ നാളെ നല്ലതിനെക്കുറിച്ച് ശുഭപ്രതീക്ഷയർപ്പിക്കുന്നു. 1 വർഷം തികയുമ്പോൾ 2010 മെയ് മാസത്തിൽ തണൽ മൂലധന സമാഹരണ മാസമായി ആചരിക്കുന്നു. സംഭാവനകളായി, സക്കാത്ത്, സദഖ വിഹിതങ്ങളായി നമുക്കും തണലിനോടൊപ്പം ചേരാനാകും. തണൽ അതിന്റെ അയൽക്കൂട്ടങ്ങളിലെ കുടുംബങ്ങളെക്കുറിച്ച് സർവേ നടത്തി ഈ കുടുംബങ്ങളുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ഒരു പുതിയ മാനം നൽകാൻ ഈ വാർഷികത്തിൽ ഒരു ശ്രമം നടത്തുന്നു. ഒരു കുടുംബ സംഗമം നടത്തി തണൽ അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ വേറിട്ട വഴി തേടിയ ഈ കൂട്ടത്തെ അഭിനന്ദിക്കാതെ വയ്യ. ഈ വേറിട്ട വിജയത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാതെ വയ്യ. ആദർശം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ലെന്നും അതിന്റെ പ്രായോഗികത കൊണ്ട് മനുഷ്യനെ സഹായിക്കാമെന്നും ഇവർ തെളിയിച്ചിരിക്കുന്നു. പലിശ എന്ന കെണിയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഇവർ ഒരു പ്രായോഗിക വഴി അന്വേഷിച്ചു. അതൊരു പുതിയ തുടക്കവും ചരിത്രവുമായി. ഇപ്പോൾ തണലിന് പിൻപേ ഒട്ടേറെ തണലുകൾ രംഗത്തെത്തുന്നു. പലിശരഹിത വായ്പാ വിതരണ രംഗത്തെ ഈ മാറഞ്ചേരി മാതൃകയ്ക്ക് മുമ്പിൽ നാം തലകുനിച്ച് നല്ല നമസ്കാരം പറയണം. ഈ തണലിൽ ഇത്തിരി നേരം തണൽ തേടിയെത്തിയ മനുഷ്യരുടെ കൂട്ടുകാരെ ഇനിയും നമ്മളും തേടിയിറങ്ങണം. തണൽ വിശാലമായി കൊണ്ടേയിരിക്കട്ടെ.